ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം. ഓണക്കോടിയും പൂക്കളവും സദ്യയ്ക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8000-ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30-ന് ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് പഞ്ചവാദ്യത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാ ഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29-ന് വൈകിട്ട് 4-ന് തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തര മലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം. ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു.
കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദ്യ ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM-FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷകീടനാശിനികളോ തൊട്ടു തീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.